നമസ്കാരം. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ദിലീപിനോടും മഞ്ജു വാര്യരോടും കാണിക്കുന്ന സ്നേഹം അതേ അളവിൽ തന്നെ മീനാക്ഷി ദിലീപിനും കിട്ടുന്നുണ്ട്. മീനുട്ടി എന്ത് ചെയ്താലും അത് ട്രെൻഡിംഗ് ആകും. 4 വർഷം മുമ്പാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയത്. ഇൻസ്റ്റാഗ്രാമിലാണ് താരപുത്രി കൂടുതൽ സജീവം. അക്കൗണ്ട് തുറന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫോളോവേഴ്സ് ലക്ഷങ്ങൾ കടന്നു. 6 ലക്ഷത്തിനടുത്താണ് മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ്. മൈ ലൈഫ് ഇൻ പിക്ചേഴ്സ് എന്ന് ബയോയിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് താരപുത്രിയുടെ സോഷ്യൽ മീഡിയ പേജ്. മീനാക്ഷി എന്താണെന്നത് താരപുത്രിയുടെ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാകും. ഡോക്ടർ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തിരക്കുകളും അവസാനിച്ചതോടെ മീനാക്ഷി മോഡലിംഗിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മറ്റാർക്കും വേണ്ടിയല്ല, കാവ്യയുടെ ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡിന് വേണ്ടിയാണ് താരപുത്രി മോഡലായത്. സാരി, ദാവണി, സൽവാറുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷനാണ് ലക്ഷ്യയിലുള്ളത്. MBBS പൂർത്തിയാക്കിയതോടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിൽ നിന്നെല്ലാം മീനാക്ഷി ദിലീപ് ഫ്രീ ആയി. ഇത്രയും കാലം പഠനവും ഹൗസ് സർജൻസിയും എല്ലാമായി തിരക്കിലായിരുന്നു താരപുത്രി. അതുകൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമാണ് മീനാക്ഷി പൊതുചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ദിലീപോ മീനാക്ഷി തന്നെയോ സോഷ്യൽ മീഡിയ വഴി വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് ആരാധകർ അറിഞ്ഞിരുന്നത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. സിനിമാക്കാരുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനുകളിലും അച്ഛന്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിലടക്കം മീനാക്ഷി സജീവ സാന്നിധ്യമായി തുടങ്ങി. ഒപ്പം അമ്മ കാവ്യമാധവന്റെ ലക്ഷ്യ ബ്രാൻഡിന്റെ സ്വന്തം മോഡലുമാണ് മീനാക്ഷി. കുടുംബത്തോടൊപ്പമല്ലാതെ ഫോട്ടോഷൂട്ടുകളിലൊന്നും പ്രത്യക്ഷപ്പെടുന്നയാളായിരുന്നില്ല താരപുത്രി. പക്ഷേ ഇപ്പോൾ ലക്ഷ്യ ബ്രാൻഡ് കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങൾക്കെല്ലാം മോഡൽ മീനാക്ഷിയാണ്. ആദ്യമായി ചെയ്യുന്നതാണെങ്കിലും പ്രൊഫഷണൽ മോഡലിംഗിനെ പോലെ ചുരുങ്ങിയ കാലം കൊണ്ട് മീനാക്ഷിയും മാറി. ജനിച്ചപ്പോൾ മുതൽ മീനാക്ഷി ഒരു സെലിബ്രിറ്റിയാണ്. മഞ്ജു വാര്യരുടെയും ദിലീപിന്റെയും മകൾ എന്നത് തന്നെയാണ് മീനാക്ഷിയുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്കുള്ള ആകാംക്ഷയ്ക്ക് പിന്നിൽ. എല്ലാ അഭിമുഖങ്ങളിലും ദിലീപ് കേൾക്കേണ്ടി വരാറുള്ള ഒരു ചോദ്യമാണ് മീനാക്ഷിയുടെ സിനിമ അരങ്ങേറ്റം. എന്നാൽ താൻ ഒന്നിനും മകളെ നിർബന്ധിക്കാറില്ലെന്നും അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സിനിമയിലേക്ക് എത്തട്ടെ എന്നുമായിരുന്നു ദിലീപിന്റെ മറുപടി. ടിക്ടോക്കിലൊക്കെ സജീവമായിരുന്നെങ്കിലും നൃത്തം ചെയ്യുമെങ്കിലും സിനിമ മീനാക്ഷിയെ ഭ്രമിപ്പിച്ചിട്ടില്ലെന്നാണ് താരപുത്രിയുടെ ജീവിതത്തോടുള്ള സമീപനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. കരിയറിനെ കുറിച്ച് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാവും മെഡിസിൻ പഠിച്ചതും ഡോക്ടറായതും. അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന മീനാക്ഷി പങ്കിട്ട പുതിയ ചിത്രങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ ദിവസം കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഉടമയായ TS കല്യാണരാമനും കുടുംബവും തൃശൂരിൽ നടത്തിയ നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ദക്ഷിണേന്ത്യൻ സിനിമാ രംഗത്തു നിന്നുമുള്ള പ്രമുഖർ എത്തിയിരുന്നു. ദിലീപും കുടുംബസമേതം എത്തിയിരുന്നു. ഒരു കാലത്ത് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡർമാരിൽ ഒരാളായിരുന്നു ദിലീപ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കല്യാൺ ജ്വല്ലേഴ്സിന്റെ നവരാത്രി ആഘോഷങ്ങൾ ദിലീപ് മുടക്കാറില്ല. കഴിഞ്ഞ തവണ സാരയിൽ ബോളിവുഡ് ലുക്കിലാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇത്തവണ നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ ബ്രൊക്കേഡ് മെറ്റീരിയൽ തീർത്ത റോയൽ ലുക്കുള്ള ഗൗണിലാണ് മീനാക്ഷി എത്തിയത്. ഗൗണിനിണങ്ങുന്ന ബൺ ഹെയർ സ്റ്റൈലും ഹെവി ഇയറിംഗ്സും മോതിരവും താരപുത്രി ധരിച്ചിരുന്നു. ഗൗണിലുള്ള തന്റെ ചിത്രങ്ങളാണ് മീനാക്ഷി പുതുതായി പങ്കിട്ടത്. ഫോട്ടോ പ്രത്യക്ഷപ്പെടേണ്ട താമസം ആരാധകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. ഗൗണിൽ മീനാക്ഷി അതീവ സുന്ദരിയായിരിക്കുന്നുവെന്നാണ് കമന്റുകൾ ഏറെയും. ഒരാൾ തമാശയായി മഞ്ജു വാര്യരാണെന്നാണ് വിചാരം എന്ന കമന്റും കുറിച്ചിട്ടുണ്ട്. കമന്റ് തമാശയായി കുറിച്ചതാണെങ്കിലും അത് പിന്നീട് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ഫാൻസ് തമ്മിലുള്ള വഴക്കിന് കാരണമായി. തന്റെ കമന്റ് ബോക്സിൽ ഏത് തരത്തിലുള്ള കമന്റുകൾ വന്നാലും മീനാക്ഷി അവയോടൊന്നും പ്രതികരിക്കാറില്ല. പുതിയ ലുക്കിൽ മീനാക്ഷിയെ കാണാൻ നടി കൃതി ഷെട്ടിയുടെ ഛായ തോന്നുന്നുവെന്നും കമന്റുകളുണ്ട്. ചിലർ മമിത ബൈജുവിനെ പോലെയാണ് മീനാക്ഷി എന്നും കുറിച്ചിട്ടുണ്ട്. ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്നതിന് ഉദാഹരണമാണ് മീനാക്ഷി എന്നും കമന്റുകളുണ്ട്. ഇത്തവണ ലക്ഷ്യയല്ല, രശ്മി മുരളീധരനാണ് മീനാക്ഷിക്കായി വസ്ത്രം ഡിസൈൻ ചെയ്തത്. മുമ്പും രശ്മി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളിൽ മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്.